വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ എവിടെ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനൊരു നല്ല പ്രാസംഗികയേ അല്ല. അപ്പോൾ എനിക്ക് വിളിച്ചിട്ട് ആ ഒരു ഡേറ്റ് എത്താറാകുമ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി കൂടുകയും ഉറക്കം നഷ്ടപ്പെടുകയും എൻ്റെ ഷുഗർ ലെവലൊക്കെ കൂടുകയും ചെയ്യും. പക്ഷേ എങ്കിലും ഞാൻ അപ്പോൾ എന്നോട് എൻ്റെ മക്കൾ പറയും, ഉമ്മയ്ക്ക് എന്നാൽ പോകാതിരുന്നൂടെ, അവരോട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകുക അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇത് ഞാൻ അവരെ എൻ്റെ ശബ്ദം കേൾപ്പിക്കാനല്ല, എൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഞാൻ ഇതിനു വേണ്ടി പറയണം എന്നുള്ളത് എൻ്റെയാണ് ആവശ്യം, എൻ്റെയും എൻ്റെ മക്കളുടെയും ഇനി അവർക്കുണ്ടാകാൻ പോകുന്ന മക്കളുടെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സംസാരത്തിൽ, കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ യൂട്യൂബ് എടുത്താൽ നമ്മുടെ ഡോക്ടർ പ്രതീഷിൻ്റെ സംസാരമാണ് ആദ്യം, ഇസ്ലാമോഫോബിയ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇവർ പറയുന്നതിന് ഞാനെങ്ങനെ പറയും. ഇപ്പം നമ്മുടെ സുദേശ് സംസാരിച്ചത് നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ ആദ്യം കാണുന്നത് പുള്ളിയുടെ ഒരു റൈറ്റപ്പായിരിക്കും. അപ്പോൾ ഇവരൊക്കെ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നവർ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ബാബുരാജ് ഭഗവതി, അപ്പോൾ അതുകൊണ്ട് എനിക്കധികം ഒന്നും പറയേണ്ടി വരില്ല എന്നുള്ളൊരു മനസ്സമാധാനത്തിലാണ് ഞാൻ വന്നത്. അതുകൊണ്ട് 15 മിനിറ്റൊന്നും ഞാൻ എടുക്കത്തില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എനിക്കറിയാം നമ്മുടെ ശരിക്കും മുസ്ലിം ഐഡൻറ്റിറ്റി, അതിൽ ഇപ്പം ഞാൻ ഒരു ഭയങ്കരമായൊരു മുസ്ലിം വിശ്വാസിയാകണമെന്നോ അല്ലെങ്കിൽ ഞാൻ പർദ്ദ ഇടുകയോ അല്ലെങ്കിൽ മഫ്ത ഇടുകയോ ഒന്നും ചെയ്യണമെന്നില്ല. ഞാനൊരു മുസ്ലിം ഐഡൻറ്റിറ്റിയിലുള്ള ആളാണെന്ന് അറിയുമ്പോൾ തന്നെ എൻ്റെ ഇത് എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയംവിമർശനപരമായിട്ട് അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നല്ലൊരു ഇസ്ലാമോഫോബായിരുന്നു. ഒരു 5-8 വർഷം മുമ്പ് വരെ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു എവിടെയെങ്കിലും ഒരു ഭീകരാക്രമണം നടക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയം നടക്കുന്ന ആദ്യം ഞാൻ നോക്കുന്നത് അതിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഞാൻ പറയും, ഇവൻ പറക്കുന്നു വേറെ പണിയില്ലേ, വെറുതെ നിസ്കരിക്കുകയും നോയമ്പെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നാൽ പോരെ. ഈ രീതിയിലായിരുന്നു ഞാനും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ സംസാരിച്ചിരുന്നത്. കാരണം ഞാനൊരു നല്ല ഇസ്ലാമോഫോബായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരിക്കൽ ഞാൻ നമ്മുടെ ഡൽഹിയിൽ ഡൽഹി കാണാൻ പോയി. അപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിൽ പോയിട്ട് അവിടുത്തെ ലോണിലിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സുണ്ട്, പിന്നെ എൻ്റെ മോളുടെ ഫ്രണ്ട്സുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. മുസ്ലിങ്ങളായിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഈ തലയിൽ തൊപ്പിയും താടിയും പിന്നെ മുണ്ടൊക്കെ ഉടുത്ത് ജുബയും മുണ്ടൊക്കെ ഉടുത്ത് കുറച്ച് പേര് അതുവഴി നടന്നു പോവുക. അപ്പം ഞാൻ അടുത്ത നിമിഷം അയ്യോ ഭീകരന്മാർ വരുന്നു അങ്ങനെ പറഞ്ഞു, ഭീകരവാദികളാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മോൾ എന്നെ ഇങ്ങനെ പിച്ചി. എന്നിട്ട് പറഞ്ഞു, ഉമ്മ എന്താ ഈ പറയുന്നത്, ഇത്രയും വായനയും ഇത്രയും അറിവും ഒക്കെയുള്ള ഒരാൾ ഇങ്ങനെ പറയുവാണെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും നമ്മളെക്കുറിച്ച് വിചാരിക്കുക, അവർക്ക് അവരുടെ ഡ്രസ്സ് ഇടാൻ പാടില്ലേ എന്നോട് ചോദിക്കുക. അപ്പോൾ സത്യത്തിൽ എനിക്ക് എൻ്റെ തലച്ചോറിന് എൻ്റെ ചിന്താശേഷിക്ക് ഒരു അടി കിട്ടിയതുപോലെയായിരുന്നു എനിക്ക് ആ സംഭവം. ഞാൻ അതൊരിക്കലും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ, അത് സിനിമയാകട്ടെ സാഹിത്യങ്ങളാകട്ടെ ഇനി കലയാവട്ടെ, നമ്മുടെ സിനിമകൾ ഈ മുസ്ലിങ്ങളോട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അപ്പോൾ മുതലാണ് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സാധാരണ നമ്മുടെ ഇവിടുത്തെ സവർണ ബ്രാഹ്മണിക് ബോധം അനുസരിച്ചുള്ള ഡ്രസ്സ് ഇടുന്നു, ഞാൻ ഏറ്റവും ലിബറലായിട്ട് പെരുമാറുന്നു, എന്നെ കാണുമ്പോൾ എല്ലാവരും വളരെ സന്തോഷം, അയ്യോ അവർക്ക് അങ്ങനെ വലിയ ഭയങ്കരമായ വിശ്വാസമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു, ഞാനത് കേട്ട് സന്തോഷിക്കുന്നു, അങ്ങനെ ഒരാളായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനിനി എന്തൊക്കെയാണെങ്കിലും എൻ്റെ സ്വത്വം ഇതാണെന്നും ഇത് എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും ഒക്കെ മനസ്സിലാകുന്നത് ഇങ്ങനൊരു കാലത്താണ്. എൻ്റെ സമൂഹത്തിൻ്റെ വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം അതല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ പോലും ചോദ്യം
ഇട്ടുകൊണ്ടിരിക്കുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എൻ്റെ മോളെന്നോട് പറഞ്ഞു ഒരിക്കൽ, അവൾ കുറച്ച് ഫ്രണ്ട്സ് എന്തുകൊണ്ടോ സ്വാഭാവികമായി അത് 2-3 മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവളുടെ വേറൊരു അടുത്ത ഫ്രണ്ട് അപ്പം തന്നെ പറഞ്ഞു, ഞമ്മൻ്റെ ആൾക്കാരെല്ലാം ഒരുമിച്ചുണ്ടല്ലോ അല്ലേ, എപ്പോഴും നിങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും നാളും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മറ്റുള്ള ഇതാണെങ്കിലും അതാരും ശ്രദ്ധിക്കുന്നു പോലും ഇല്ല. ഒരു മുസ്ലിമിൻ്റെ കൂട്ടായ്മകൾ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് അന്ന് മോൾ പറഞ്ഞു തരാം എന്നോട്. അങ്ങനെയാണ് എനിക്കതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായത്. പിന്നെ കൂടുതൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ പറയുക, നമ്മുടെ രാം പുനിയാനിയുടെ പിന്നെ മുസ്ലിങ്ങൾ ഭീകരവാദം മിത്തും യാഥാർത്ഥ്യവും എന്നും പറഞ്ഞിട്ടൊരു ബുക്ക്, കൃത്യം പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് വായിക്കും വേണ്ടത് പറയുന്നുണ്ട്, എന്താ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷെ ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. ഈ ഒരു തോട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എല്ലാ കാലവും സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ഉള്ള കാരണം ഇവിടുത്തെ സിനിമകൾക്ക് നല്ല പങ്കുണ്ട്. നമുക്കറിയാം, പ്രൊപ്പഗാൻഡ സിനിമകൾ എല്ലാ കാലത്തും ഉണ്ടെങ്കിലും ഈ മുസ്ലിങ്ങളെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഇപ്പം ഒരു സിനിമകൾ വരും, നാഷണലിസം അതുപോലെ പ്രചരിപ്പിക്കുന്ന സിനിമകൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും വില്ലന്മാർ മുസ്ലിങ്ങളായിരിക്കും. ഈ മുസ്ലിങ്ങളുടെ പിന്നെ മാനറിസമാണ് എൻ്റെ മനസ്സിലറിയാതെ വരികയും ഞാൻ അവരെ ഭീകരവാദികളാണെന്ന് കണക്കാക്കുകയും ചെയ്തത്. അതേസമയം ഒരു ഇതിട്ട പള്ളിയിലച്ഛനോ അല്ലെങ്കിൽ ഒരു പൂജാരിയോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ പോകുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെയൊക്കെ നോർത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിലറിയാതെ അതുണ്ടാവും. കാരണം ഈ സിനിമകൾ ഞാൻ 1000 സിനിമകളുടെ പേര് പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പിന്നീട് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും മുസ്ലിങ്ങൾ ഭീകരന്മാർ മാത്രമല്ല, ഇപ്പം തങ്ങളുടെ സ്വത്തടിക്കുന്ന ആൾക്കാരായിട്ട് പല സിനിമകളുമുണ്ട്. പിന്നെ മുസ്ലിങ്ങൾ ഗൾഫിലൊക്കെ പോയി സമ്പാദിച്ച പൈസ എല്ലാം കൊണ്ട് സ്വത്തെല്ലാം അടിച്ചു മാറ്റുവാണ്, അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള രീതിയിലുള്ള സിനിമകൾ വരും. ഇപ്പം ഈ സിനിമകൾ നമുക്കുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതാണ് ഇസ്ലാമോഫോബിയുടെ അടിസ്ഥാനം. ഇത് തന്നെയാണ് നമ്മളിപ്പം പറഞ്ഞില്ലേ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടപെടുമ്പോൾ സത്യത്തിൽ ഓരോ വിഷയങ്ങളിൽ ഇടപെടുമ്പോഴും ഞാനത് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ തന്നെ അബ്ദുൾ റബ്ബ്, നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി, പുള്ളി നിലവിളക്ക് കത്തിച്ചില്ല എന്നൊരു വിഷയത്തിലൊരു ഇതുണ്ടായി. അപ്പോൾ മമ്മൂട്ടി ഉണ്ടായിരുന്നു. മമ്മൂട്ടി അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ തമാശയ്ക്ക്, അന്നൊക്കെ ഞാൻ ഭയങ്കര ലിബറലായിട്ടുള്ള വ്യക്തിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെ. ആരും എൻ്റെ പോസ്റ്റിൽ വന്നിട്ടൊന്നും മോശമായിട്ട് എഴുതത്തില്ല, ലാൽ ചേച്ചി ഭയങ്കര മുത്താണെന്നൊക്കെ പറയും. അപ്പം ഞാൻ ഭയങ്കര ഇതായിട്ട് എഴുതി, ഒരാൾക്ക് അയാളുടെ വിശ്വാസം എന്താണെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഒരിക്കലും എൻ്റെ പേരുകൊണ്ട് ഒന്നും തിരിച്ചറിയാത്ത ഞാൻ കുറച്ച് ഓർമ്മകൾ എഴുതുമ്പോൾ ഉമ്മ, വാപ്പ അല്ലെങ്കിൽ ഇത്താത്ത എന്നൊക്കെ എഴുതുമ്പോൾ എൻ്റെ സ്വത്വം മനസ്സിലായി. അപ്പോൾ എന്നോട് അടുത്ത നിമിഷം പറയും, നിങ്ങളിത് പറയുന്നത് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴാണ് ഞാനിനി എങ്ങനെയൊക്കെ ജീവിച്ചാലും ശരി, ഈ ഇസ്ലാമോഫോബിയ എന്നത് നമ്മുടെ വിശ്വാസം, നമ്മൾ നല്ല വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ പൊതുബോധത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ധരിച്ചാലോ ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് മനസ്സിലായത് അന്നാണ്. അന്ന് മുതലാണ് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു തോന്നൽ വരാൻ തുടങ്ങിയത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു MEX7 എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ, ഈ കൂട്ടായ്മ എങ്ങനെയാണ് അത് മുസ്ലിങ്ങളുടെ ആയി മാറിയത് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്, അതുപോലെ കോഴിക്കോട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരൊന്നും അങ്ങനെയൊന്നും ആരും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ പെട്ടെന്ന് കൂടുതൽ മുസ്ലിങ്ങളാണെന്ന് അറിയുമ്പം അത് പിന്നെ MEX7 എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ്, അതിന് പിന്നിൽ അജണ്ടയുണ്ട്, അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇങ്ങനെ കുറേ ഇത് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങൾ, ഇപ്പം പള്ളുരുത്തിയിൽ മറ്റേ സെൻറ്റ് റീത്താസിലെ ഹിജാബിൻ്റെ വിഷയം നമുക്കറിയാം. ഒരാൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ് നോക്കിയാൽ മതിയല്ലോ. അപ്പം ഒരു തണുപ്പ് രാജ്യത്തിലെ ഒരു കൊച്ച് തലയിൽ കൂടി സ്കാർഫ് കെട്ടിയാൽ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് സ്കാർഫ് കെട്ടിയാൽ, അത് മുട്ടയടിച്ചിട്ടൊന്ന് സ്കാർഫ് കെട്ടിയാൽ അത് പ്രശ്നമല്ലാതിരിക്കുകയും, ഒരു ഹിജാബ് ധരിക്കുമ്പോൾ അത് പ്രശ്നമാവുകയും, ആ കുട്ടി അത്രയും
ട്രോമയിലാക്കി. ഒരുപക്ഷെ അവളുടെ എത്രയോ ജീവിതത്തിൽ എത്രയോ കാലത്തോളം അതുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ മുസ്ലിം എന്ന് പറയുന്ന അവർ ഒരു പ്രശ്നക്കാരാണ് എന്ന് സൃഷ്ടിച്ച് നമ്മുടെ പ്രസംഗർ പലരും പറഞ്ഞതുപോലെ അവർ പ്രശ്നക്കാരാണ്, അവർ നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, അവരെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ കയറി ഇടപെടും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുസ്ലിങ്ങളെ അപരവൽക്കരിച്ച് അവരെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചിട്ടാണ് ഇവിടെ എപ്പോഴും ഇസ്ലാമോഫോബിയ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ ഈ പരിപാടിയുടെ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് പറയണം, നിങ്ങൾ എത്ര നല്ലൊരു സ്ത്രീയായിരുന്നു, നിങ്ങൾ ഇങ്ങനെയൊന്നും ആകുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്ക് പഴയ ലാലി ചേച്ചിയെ തിരിച്ചു വേണം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഒന്നും പറയുന്നില്ല, ഇസ്ലാമോഫോബിയക്കെതിരായി സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതെങ്കിലും വ്യക്തികളെ മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വിശ്വാസത്തെ കളിയാക്കുകയോ ഒന്നും ചെയ്യാതെ ഞാനൊരു വളരെ സാധാരണ പോലെ പോകുന്ന ഒരാളായിട്ട് പോലും ഞാൻ ഇസ്ലാമോഫോബിയക്കെതിരെ പറയുന്നത് കൊണ്ട്, ഞാൻ പാലസ്തീന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടൊക്കെ ഭയങ്കരമായ ആക്രമണവും നമ്മളെ കൃത്യമായി ഒരു കള്ളിക്കുള്ളിലാക്കുകയും ഈ പറഞ്ഞതുപോലെ ഒരാടായിരുന്ന എന്നെ ആദ്യം പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി, ഇനി ഭയങ്കരമായ ആക്രമിച്ച് കൊല്ലുക എന്നുള്ളൊരു മനസ്സ് മടുപ്പിച്ച് കൊല്ലുക എന്നുള്ളൊരവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം പല ആശയധാരകളിലൂടെ ഒക്കെ പോകുന്നവരാണെങ്കിലും ഇസ്ലാമോഫോബിയ എന്താണെന്ന് തിരിച്ചറിയാം. അത് അടിത്തട്ട് മുതൽ അതിനിപ്പം ഇവരൊക്കെ പറഞ്ഞതുപോലെ അതിനൊരു വലിയ ഒരു ഹിസ്റ്ററി ഉണ്ടാവും. അതിൻ്റെ പ്രയോഗത്തിൽ പല പ്രശ്നം, അതിപ്പം ഭരണകൂടത്തിൻ്റെ പ്രയോഗം ഉണ്ടാകും, രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റൊരു പ്രയോഗം ഉണ്ടാകും, ഓരോരോ ഇതിനൊക്കെ ഉണ്ടാകും. അപ്പോഴും നമ്മൾ കൃത്യമായി ഇസ്ലാമോഫോബിയ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുക എന്നാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും